വെൽക്കം ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഹയർ പ്ലാന്റ്സിൽ എങ്ങനെ നടക്കും എന്നുള്ളതാണ്. ഹയർ പ്ലാന്റ്സിൽ അസെക്ഷൽ റീപ്രൊഡക്ഷനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. എന്തുകൊണ്ടാണ് അസെക്ഷൽ റീപ്രൊഡക്ഷനെ ഹയർ പ്ലാന്റ്സിലെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ആദ്യം പരിശോധിക്കാൻ പോകുന്നത്. പ്രധാനമായ ഒരു കാരണം കൊണ്ടാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഹയർ പ്ലാന്റ്സിൽ അറിയപ്പെടുന്നത്. നമുക്കറിയാവുന്ന പോലെ ഒരു സസ്യത്തിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് സ്റ്റെം, റൂട്ട്, ലീഫ് എക്സെട്ര. ഇതിനെ ഈ സ്റ്റെം, റൂട്ട്, ലീഫ് എന്ന പ്രധാനപ്പെട്ട സസ്യങ്ങളുടെ ഭാഗങ്ങളെ വെജിറ്റേറ്റീവ് പാർട്സ് എന്നാണ് വിളിക്കുക. ഈ വെജിറ്റേറ്റീവ് പാർട്സിൽ നിന്ന് ഒരു പുതിയ ഓഫ്സ്പ്രിങ്, പുതിയ ഓർഗാനിസം ഉണ്ടാക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അസെക്ഷൽ റീപ്രൊഡക്ഷനെ ഹയർ പ്ലാന്റ്സിൽ നമ്മൾ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി ഈ വെജിറ്റേറ്റീവ് പാർട്സുകൾ ഒരു പ്രത്യേക രീതിയിൽ ഫോം ചെയ്യപ്പെടേണ്ടതുണ്ട്. അങ്ങനെ ഈ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കാൻ വേണ്ടി സ്റ്റെമ്മോ, റൂട്ടോ, ലീഫോ അല്ലെങ്കിൽ സസ്യത്തിന്റെ ഏതെങ്കിലും വെജിറ്റേറ്റീവ് പാർട്ട് മോഡിഫൈ ചെയ്ത് ഒരു പ്രത്യേക ബോഡിയായി മാറുന്നുണ്ടെങ്കിൽ ആ ബോഡിയെ വിളിക്കുന്ന പേരാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ എന്ന പേരിലാണ് അറിയപ്പെടുക. നമ്മൾ ലോവർ ഓർഗാനിസത്തിൽ നമ്മളതിനെ വിളിച്ച പേര് ഇതാണ്, അസെക്ഷൽ ബോഡീസ് എന്നാണ് പറയുന്നതെങ്കിൽ ഇവിടെ ആ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ. ഇനി നമ്മൾ നോക്കേണ്ടത് പല സസ്യങ്ങളിലും പല ഹയർ പ്ലാന്റ്സിലും വ്യത്യസ്ത തരത്തിലുള്ള ഘടനാ വൈവിധ്യമുള്ള വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് കാണാൻ കഴിയും. അങ്ങനെയുള്ള ചില വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായി നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു പ്ലാന്റിന്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളിനെ കാണിച്ചുകൊണ്ടുള്ള ഒരു ചിത്രം നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. ആ ചിത്രം നിരീക്ഷിക്കുക. ഏത് സസ്യമാണെന്ന് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം നിങ്ങളുടെ കയ്യിലുള്ള ബോട്ടണി നോട്ട് ബുക്കിൽ അത് കുറിക്കുക. നിങ്ങൾ കണ്ട ചിത്രം ഏകദേശം ഇങ്ങനെയായിരിക്കും. ഈ ചിത്രത്തിന്റെ പേരാണ്, നമുക്കറിയാം ഇതൊരു ഉരുളൻകിഴങ്ങിന്റെ ചെടിയാണ് നിങ്ങൾ ചിത്രത്തിൽ കണ്ടത്. ആ ഉരുളൻകിഴങ്ങ് ചെടിയുടെ ചിത്രം ഏകദേശം ഇങ്ങനൊരു പടമായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. ലീഫിന്റെ ഭാഗം, ഇത് സ്റ്റെമ്മടിലേക്ക് വരെ വരുന്ന സ്റ്റെമ്മ്, ഇവിടെ റൂട്ട് കാണാൻ നമുക്ക് കഴിയും. സ്റ്റെമ്മ്, ഇതില് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതാണ് നിങ്ങൾ കണ്ട പടം. ഈ പടത്തിൽ ലീഫ്, ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഗ്രീൻ ലീവ്സ് കാണുന്നുണ്ട്. ഇതിന്റെ തൊട്ട് താഴെയായിട്ട് സ്റ്റെമ്മ് കാണുന്നുണ്ട്. സ്റ്റെമ്മിന്റെ താഴെ ഇത്രയും ഭാഗം സോയിലാണ്, മണ്ണാണ്. മണ്ണിന്റെ താഴെയുള്ള ഈ ഭാഗവും സ്റ്റെമ്മാണ്. ഈ ഭാഗത്ത് കാണുന്ന ഈ സ്റ്റെമ്മിനെ, ഈ മണ്ണടിയിൽ കാണുന്ന ഈ സ്റ്റെമ്മിനെ വിളിക്കുന്ന പേരാണ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം എന്ന പേരാണ് അറിയപ്പെടുക. ഈ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ് ഒരു പ്രത്യേക രീതിയിൽ മോഡിഫൈ ചെയ്ത ഭാഗമാണ് ഈ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിന്റെ ഏറ്റവും എൻഡ് ഭാഗത്ത് കാണുന്ന ഈ സ്വള്ളനായിട്ടുള്ള ഈ പാർട്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് ട്യൂബർ. ഈ ട്യൂബറിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി ഞാൻ വലുതാക്കി ഇവിടെ താഴേക്ക് വരയ്ക്കുകയാണ്. വലുതാക്കി വരച്ചതാണ് ഈ കാണുന്നത്. ഇതിന് കൂടാതെ ഇതിനിങ്ങനെ ഒരു പാർട്ടും കൂടി നമുക്ക് കാണാൻ കഴിയും. ഇതിങ്ങനെ ഒരു പാർട്ടും കൂടി നമുക്ക് കാണാൻ കഴിയും. ഈ പാർട്ടാണ് നമ്മൾ വിളിക്കുന്ന സ്റ്റെമ്മിന്റെ നോഡ് എന്ന് പറയുന്ന പാർട്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് നോഡ്. അപ്പൊ സ്വാഭാവികം നിങ്ങൾക്ക് ഓർമ്മ വരുന്ന ഫസ്റ്റ് ഇയർ നമ്മൾ പഠിച്ചാണ് ഒരു സ്റ്റെമ്മിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നോഡ് ഉണ്ട്, ഇന്റർനോഡ് ഉണ്ട്. ബാക്കി അപ്പൊ ഇതാണ് നോഡ് എങ്കിൽ ഈ ബാക്കി ഭാഗങ്ങളാണ് എക്സ്പാൻഡ് ആയിട്ട് ഭാഗങ്ങൾ വിളിക്കുന്ന പേരാണ് ഇന്റർനോഡ് എന്ന പേരിലാണ് അറിയപ്പെടുക. ഈ പറയുന്ന ഭാഗത്തിന് മൊത്തം ചേർത്ത് വിളിക്കുന്ന പേരാണ് ട്യൂബർ. നേരത്തെ നമ്മൾ പറഞ്ഞു ട്യൂബർ എന്നാണ് അതിന്റെ പേര്. ആ ട്യൂബറിലെ ഒരു പ്രത്യേക സ്പോട്ടാണ് നോഡ്. ഈ നോഡ് ഒരു കണ്ണിന്റെ ഷേപ്പ് കാണുന്ന പോലെ തോന്നുന്നുകൊണ്ട് അതിന് ഐ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ ഐയിൽ നിന്നാണ്, അഥവാ ഈ നോഡിൽ നിന്നാണ് പുതിയ പ്ലാന്റ് ഫോം ചെയ്യുന്നത്. ലീഫും ഒക്കെ ആയിട്ട് പുതിയ ഒരു പൊട്ടറ്റോ പ്ലാന്റ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് വെജിറ്റേറ്റീവ് പേരാണ്
ട്യൂബർ. എക്സാമ്പിൾ പൊട്ടറ്റോ. പൊട്ടറ്റോയിൽ കാണുന്ന ഒരു പ്രത്യേക തരത്തിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേൾ വിളിക്കുന്ന പേരാണ് ട്യൂബർ. ട്യൂബർ ബ്രാക്കറ്റ് നമ്മൾ എഴുതേണ്ട പേര് ഇതാണ്, ഐ എന്ന് എഴുതേണ്ടതാണ്. ഐ എന്ന് പറയുന്നത് നോഡാണ്. ആക്ച്വലി ആ നോഡിൽ നിന്നാണ് പ്ലാന്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേളുടെ പേരാണ് ട്യൂബർ. രണ്ടാം ചിത്രം നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. നല്ലവണ്ണം പരിശോധിക്കുക ആ ചിത്രം. അതിനുശേഷം ഈ നിങ്ങളുടെ നോട്ട് ബുക്കിൽ അതിനെക്കുറിച്ചുള്ള പേര്, ആ പ്ലാന്റിന്റെ പ്ലാന്റിന്റെ പേര് എഴുതുക. എഴുതി കഴിഞ്ഞാൽ ഈ ചിത്രം നിങ്ങളൊന്ന് പരിശോധിക്കുക. ഈ ചിത്രത്തിൽ കണ്ട പോലെ തന്നെയല്ലേ നിങ്ങൾ കണ്ട ചിത്രം എന്ന് ഒന്ന് നോക്കുക. സാധാരണ കാണുന്നത് നമ്മുടെ ജലാശയങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും ഈ ഒരു പ്ലാന്റിനെ. ഇതിനെ വിളിക്കുന്ന പേരാണ് ബംഗാൾ ടെറർ എന്ന പേരിലാണ് അറിയപ്പെടുക. ബംഗാൾ ടെറർ എന്ന പേരിലാണ് അറിയപ്പെടുക. ഈ ബംഗാൾ ടെറർ എന്ന് വിളിക്കാൻ, തീവ്രവാദി എന്ന് വിളിക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. അതെന്താണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. അതിനു മുമ്പായിട്ട് ഏത് ഭാഗമാണ് ഇവിടെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേൾ ആയിട്ട് ഇതിന്റെ മൾട്ടിപ്ലിക്കേഷന് പുതിയ ഓഫ്സ്പ്രിംഗ് ഉണ്ടാക്കാൻ സഹായിക്കുന്നത്, ഏത് ഭാഗമാണെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇതാണ് അതിന്റെ സ്റ്റെം എന്ന് പറയുന്ന ഭാഗം. ഇതിന് വിളിക്കുന്ന പേരാണ് സ്റ്റെം. ഇത് ആസ് യൂഷ്വൽ നിങ്ങൾക്ക് അറിയാം, ഇതിനെ വിളിക്കുന്ന പേരാണ് ലീഫ്. ഈ ലീഫിന് താഴെയായിട്ട് സ്റ്റെം കാണുന്നത്. സ്റ്റെം ഫോം ചെയ്ത് സ്റ്റെമ്മിൽ നിന്ന് ലീഫ് റൂട്ടും ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റെമ്മിന്റെ ഹൊറിസോണ്ടൽ സ്റ്റെമ്മിന്റെ ലാറ്ററൽ സൈഡിൽ നിന്ന് ഹൊറിസോണ്ടലായിട്ട് ഒരു സ്റ്റെം ഡെവലപ്മെന്റ് ഉണ്ടാവുന്നു. ഹൊറിസോണ്ടൽ റീജിയനിൽ ഒരു പുതിയ സ്റ്റെം ഡെവലപ്പ് ചെയ്യുന്നു. ആ സ്റ്റെം കുറച്ച് സമയം ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോയി കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു പ്രത്യേക തരത്തിലുള്ള റൂട്ടുകൾ താഴേക്ക് ഫോം ചെയ്യുന്നു. താഴേക്ക് റൂട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിന്റെ മുകൾ ഭാഗത്ത് എന്ത് വരുന്നു, പുതിയ ലീഫ് വരുന്നു. ആ പുതിയ ലീഫ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് വീണ്ടും എന്ത് സംഭവിക്കുന്നു, ഈ സ്റ്റെമ്മിന്റെ ആക്സിയൽ പാർട്ടിൽ നിന്ന് ഹൊറിസോണ്ടൽ ഗ്രോത്ത് ഉണ്ടാവുന്നു. സ്റ്റെമ്മിന്റെ ഹൊറിസോണ്ടൽ ഗ്രോത്ത് ഉണ്ടാവുന്നു. കുറച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് റൂട്ട് ഫോം ചെയ്തു, അവിടെ ലീഫ് ഫോം ചെയ്യുന്നു. ഇങ്ങനെ വളരെ ഫാസ്റ്റ് ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ നടത്താൻ ആർക്ക് കഴിയും? ഈ ബംഗാൾ ടെറർ എന്ന് വിളിക്കുന്ന നമ്മൾക്കറിയുന്ന അതിന് മറ്റൊരു പേര് ഇതാണ്, വാട്ടർ ഹയാസിന്ത് എന്നാണ് ഇതിന്റെ പേര്. ഈ പ്ലാന്റിന്റെ പേര് ശരിക്കും ആക്ച്വലി വാട്ടർ ഹയാസിന്ത് എന്നാണ് ഇതിന്റെ പേര്. വെള്ളത്തിൽ കാണുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ വാട്ടർ ഹയാസിന്റ് വളരെ ഫാസ്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും by the use of this horizontal growth of this stem. This vegetative stem is called vegetative propagule. ഇതിനെ വിളിക്കുന്ന ഈ ഹൊറിസോണ്ടൽ ഗ്രോത്ത് കാണിക്കുന്ന ഈ സ്റ്റെമ്മിനെ വിളിക്കുന്ന പേരാണ് ഓഫ്സെറ്റ് എന്ന പേരാണ് അറിയപ്പെടുക. ഓഫ്സെറ്റ്. ഈ ഓഫ്സെറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ടാണ് നടത്തുന്നത് ഈ പ്ലാന്റ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടത്തുന്നത്. എന്താണ് ഈ പ്ലാന്റ് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടത്തുന്നതുകൊണ്ട് തന്നെ ദിവസങ്ങൾക്കുള്ളിൽ വലിയ തോതിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്യും. 1890-കളില് ബ്രിട്ടീഷ് കോളനൈസേഷൻ സമയത്ത് ബ്രിട്ടീഷുകാർ ഇത് ഈ പ്ലാന്റിന്റെ, ഈ ചെടിയുടെ വയലറ്റ് നിറത്തിൽ പൂ കണ്ടിട്ടാണ് എവിടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പോൾ നമ്മുടെ എല്ലാ ജലാശയങ്ങളിലും ഇത് വന്നു കഴിഞ്ഞു. ഈ ഓഫ്സെറ്റ് ഉപയോഗിച്ചുള്ള മൾട്ടിപ്ലിക്കേഷൻസ് ഉള്ളത് കൊണ്ട് ഫാസ്റ്റായിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യുകയും അത് മാത്രമല്ല ഇത് വലിയ തോതിൽ ഈ ജലാശയത്തിൽ നിന്ന് ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റുള്ള ഫിഷ് പോലുള്ള മറ്റു ജീവജാലങ്ങൾ അവിടെ വളരാൻ പറ്റാതെ, അക്വാട്ടിക് ഓർഗാനിസത്തിന് വളരാൻ പറ്റാതെ വരികയും ചെയ്യുന്നു. വലിയ തോതിൽ ഓക്സിജൻ ഇത് ഡ്രൈൻ ചെയ്യും എവിടെ നിന്ന്, ഈ പറയുന്ന വെള്ളത്തിൽ നിന്ന്. അതുകൊണ്ട് മറ്റുള്ള അക്വാട്ടിക് ഓർഗാനിസത്തിന് വളരാൻ കഴിയാത്തതുകൊണ്ടാണ് ഇതിനെ ബംഗാൾ ടെറർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആക്ച്വലി ഇതിന്റെ പേര് ഇതാണ്, വാട്ടർ ഹയാസിന്ത് എന്ന പേരിലാണ് അറിയപ്പെടുക. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ നമ്മൾ ഓഫ്സെറ്റ് പഠിച്ചു. ഇനി അടുത്ത മൂന്നാമത്തെ ചിത്രം മുമ്പിലേക്ക് വരുന്നു. ആ ചിത്രം നിങ്ങളൊന്ന് പരിശോധിക്കുക. പരിശോധിച്ചതിന് ശേഷം ആ ചിത്രത്തിലെ ഏത് പ്ലാന്റ് ആണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. ഏത് പ്ലാന്റ് ആണ് നിങ്ങൾ കണ്ടതെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഐഡന്റിഫൈ ചെയ്ത് നിങ്ങളുടെ നോട്ട് ബുക്കിൽ, നിങ്ങളുടെ ബോട്ടണി നോട്ട് ബുക്കിൽ കുറിച്ചെടുക്കുക. നിങ്ങൾ കണ്ട ചിത്രം ഏകദേശം ഇതുപോലെയായിരിക്കും. ഇതിന്റെ പ്രത്യേകത ശ്രദ്ധിച്ചോളൂ. ഇത് മൂന്നാമത്തെ വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ പ്രൊപ്പഗ്യൂൾസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ പ്ലാന്റിന്റെ പേര് ആദ്യം തന്നെ ഞാൻ പരിചയപ്പെട്ടു. പ്ലാന്റിന്റെ പേരാണ് സെന്റില്ല എന്ന പേരിലാണ് അറിയപ്പെടുക. സെന്റില്ല. നമ്മുടെ നാട്ടുപ്രദേശത്ത് ഇതിനെ വിളിക്കുന്ന പേരാണ് മുത്തിൽ എന്ന പേരാണ് അറിയപ്പെടുക. കേരളത്തിൽ നമ്മളിതിനെ വിളിക്കുന്ന പേരാണ് മുത്തിൽ എന്ന പേര് അറിയപ്പെടുക. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു പ്ലാന്റ് ആണ്. മാത്രമല്ല ഇതൊരു ഹെർബേഷ്യസ് ആയിട്ട് ക്രീപ്പിംഗ് ആയിട്ട് മണ്ണിനോട് ചേർന്ന് തന്നെ കാണുന്ന ഒരു പ്ലാന്റ് ആണ് സോയിലിൽ കാണുന്നത്. ഇതിന്റെ ഡെവലപ്മെന്റ്സ് ഇങ്ങനെയാണ്. ഇതിന്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഇങ്ങനെയാണ്, റിപ്രൊഡക്ഷൻ ഇങ്ങനെയാണ്.
ഇതാണ് ആക്ച്വൽ സ്റ്റെം എന്ന് പറയുന്ന പാർട്ട്, ഇതാണ് ലീഫ് എന്ന് പറയുന്ന പാർട്ട്. ഈ സ്റ്റെമ്മിൽ നിന്ന് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്റ്റെമ്മിൽ നിന്ന് ആദ്യം തന്നെ റൂട്ട് ഫോം ചെയ്യുന്നു, ലീഫ് ഫോം ചെയ്യുന്നു. അതിനുശേഷം ഈ സ്റ്റെമ്മിൻ്റെ ലാറ്ററൽ സൈഡിൽ നിന്ന് ഹൊറിസോണ്ടലായിട്ട് ഈ പറയുന്ന സോയിലിൻ്റെ മുകളിൽ കൂടെ ഹൊറിസോണ്ടലായിട്ട് സ്റ്റെം നീളത്തിൽ വളരാൻ തുടങ്ങും, ലോങ് ആയിട്ട് വളരാൻ തുടങ്ങും. അതിനുശേഷം കുറച്ച് ലെങ്ത് ആയി വളർന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്ത് ചെയ്യും, ആ സ്റ്റെമ്മിൽ നിന്ന് റൂട്ട് ഫോർമേഷൻ നടക്കും. റൂട്ട് ഫോം ചെയ്താൽ തൊട്ട് മുകളിലായിട്ട് അവിടെ നിന്ന് ഫോർമേഷൻ നടക്കും. ആൻഡ് ദിസ് പ്രോസസ് ഈസ് കണ്ടിന്യൂറ്റി ആയിട്ട് ഈ പ്രോസസ്സ് മുന്നോട്ട് പോകും. അപ്പോൾ ഈ പറയുന്ന ഇവിടെ തുടങ്ങി ഹൊറിസോണ്ടലായിട്ട് ഈ പറയുന്ന പ്ലാന്റ് സ്റ്റെം വളരുന്നു. ഈ ഹൊറിസോണ്ടൽ ഗ്രോത്ത് ഒരു പ്രത്യേകത്തിൽ ഇതിനെ വിളിക്കുന്ന പേരാണ്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന്റെ പേരാണ് റണ്ണർ എന്ന പേരാണ് അറിയപ്പെടുക. ഫാസ്റ്റ് ആയിട്ട് ഇതിന് വെജിറ്റേറ്റീവ് പ്രൊട്ടക്ഷൻ നടത്താൻ വേണ്ടി സഹായിക്കുന്ന സ്ട്രക്ചറാണ് റണ്ണർ എന്ന് പറയുന്നത്. ഇത് ഹൊറിസോണ്ടൽ ഗ്രോത്ത് ഓഫ് സ്റ്റെം, അതായത് സ്റ്റെം എന്ന് പറയുന്നത് ഈ പറയുന്ന മണ്ണിനും തൊട്ട് മേലെയായി കാണുന്ന സ്റ്റെം ഹൊറിസോണ്ടലായിട്ട് അതിന്റെ സ്റ്റെമ്മിന്റെ ആക്സിയൽ പാർട്ടിൽ നിന്ന് ഹൊറിസോണ്ടലായിട്ട് എന്ത് വളരുന്നു, ഈ പറയുന്ന സ്റ്റെം വളരുന്നു. ആ സ്റ്റെമ്മാണ് പിന്നീട് എന്താണ് അടുത്ത ഒരു ജനറേഷനെ സൃഷ്ടിക്കുകയും ആ പുതിയ ജനറേഷൻ റൂട്ട് ഫോം ചെയ്യുന്നു, ലീഫ് ഫോം ചെയ്ത് പുതിയൊരു ഓർഗാനിസമായി മാറുന്നു. ഈ ഹൊറിസോണ്ടൽ ഗ്രോത്തിന് കാരണമാകുന്ന ഈ സ്റ്റെമ്മിനെ വിളിക്കുന്ന പേരാണ് റണ്ണർ, അഥവാ ഈ ഇതിനെ വിളിക്കുന്ന പേരാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വിളിക്കുന്ന പേരാണ് റണ്ണർ എന്ന പേരിലാണ് അറിയപ്പെടുക. അപ്പൊ നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ അതാണ്, അപ്പൊ റണ്ണറും ഈ പറയുന്ന ഓഫ്സെറ്റും തമ്മിൽ എന്താണ് വ്യത്യാസം? രണ്ടും ലാറ്ററൽ സൈഡിൽ നിന്നാണ് സ്റ്റെം ഫോം ചെയ്യുന്നത്, സ്റ്റെം ഹൊറിസോണ്ടലായിട്ട് വളരുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരു വ്യത്യാസമാണ് കാണുന്നത്, പ്രധാനമായും ഒരു വ്യത്യാസമാണ് കാണുന്നത്. ഒന്ന്, ഈ ഓഫ്സെറ്റ് ഹൊറിസോണ്ടൽ ഗ്രോത്ത് ഓഫ് സ്റ്റെം ഈസ് ടു ഷോർട്ട് when compared to this runner. The offset, that is the main difference between offset and runner. This is the third one. And the fourth one പടം നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വരുന്നു. ആ പടം ഒന്ന് പരിശോധിച്ചതിന് ശേഷം നിങ്ങളുടെ നോട്ട് ബുക്കിൽ ഏത് ചെടിയാണെന്ന് അതൊന്ന് എഴുതി വെക്കുക. ഇങ്ങനെ ഒരു ചെടിയല്ലേ എന്ന് പരിശോധിക്കുക. ഓക്കെ ഇങ്ങനെ ചെടിയല്ലേ നിങ്ങൾ കണ്ടതെന്ന് പരിശോധിക്കുക. ഈ ചെടിയുടെ പ്രത്യേകതയാണ് ഞാൻ അടുത്ത് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിന്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനെ പറ്റിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മളൊക്കെ നമ്മുടെ ഗാർഡനിലൊക്കെ സാധാരണ വെച്ച് പിടിക്കുന്ന ഒരു ചെടിയാണിത്. ക്രിസാന്തിമം എന്ന പേരാണ് അറിയപ്പെടുക. ജമന്തി എന്ന പേരാണ് അറിയപ്പെടുക. ജമന്തി. ഓക്കെ, ആ ജമന്തിയിലെ ഇതാണ് മെയിൻ ബ്രാഞ്ചായ സ്റ്റെം എന്ന് പറയുന്നത്. മെയിൻ ബ്രാഞ്ച് ഇതാണ്, സ്റ്റെം ബ്രാഞ്ചാണ്. ഈ ബ്രാഞ്ച് വളരെ മെച്യൂർഡ് ആയി കഴിഞ്ഞാൽ ഈ ബ്രാഞ്ചിന്റെ ലാറ്ററൽ സൈഡിൽ നിന്ന് പ്രോസ്ട്രേറ്റ് വെർട്ടിക്കൽ മറ്റേത് ഹൊറിസോണ്ടലായിട്ട് പോകുന്നെങ്കിൽ ഇത് ഈ സ്റ്റെമ്മിന്റെ മെയിൻ സ്റ്റെമ്മിന്റെ ഏറ്റവും അടിഭാഗത്ത് നിന്ന്, ഓൾമോസ്റ്റ് അടിഭാഗത്ത് മണ്ണിന്റെ തൊട്ട് മുകളിലുള്ള ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യും, പ്രോസ്ട്രേറ്റ് ആയിട്ട് ഒരു വെർട്ടിക്കലായിട്ട് എന്ത് ഉണ്ടാവുന്നു, ഒരു സ്റ്റെം ഫോം ചെയ്യുന്നു. സ്റ്റെം ഫോം ചെയ്തതിന്റെ ആ കർവിന്റെ അവിടെ വെച്ച് എന്താ റൂട്ട് ഫോർമേഷൻ നടക്കുന്നു, പിന്നെ എന്താ ലീഫ് ഫോർമേഷൻ നടക്കുന്നു. അവിടെ വെച്ച് ഈ പ്ലാന്റ് കട്ടായി പോകുന്നു. ഇത് പുതിയൊരു പ്ലാന്റായി മാറുന്നു. അടുത്ത സ്റ്റെപ്പിൽ എന്ത് സംഭവിക്കുന്നു, ഇതിൽ നിന്ന് വീണ്ടും എന്തുണ്ടാവുന്നു, പുതിയ ചെടി, പുതിയ ഒരു വെർട്ടിക്കൽ ഡയറക്ഷനിൽ പ്രോസ്ട്രേറ്റ് ആയിട്ട് വീണ്ടും ലീഫ് ഫോം ചെയ്യുന്നു. അതെന്ത് ചെയ്യും, അതിനോട് റൂട്ട് ഫോം ചെയ്യുന്നു, പിന്നെ അത് വീണ്ടും പുതിയൊരു പ്ലാന്റായി മാറുന്നു. ഇങ്ങനെ പ്രോസ്ട്രേറ്റ് ഇറക്റ്റ് വെർട്ടിക്കൽ ഡയറക്ഷൻ മുകളിലേക്ക് പോവുകയാണ്, ഒരു കർവ്ഡ് ഷേപ്പിൽ മുകളിലേക്ക് പൊന്തി പോകുന്നു. അങ്ങനെ അതിൽ നിന്ന് വേറെ ഉണ്ടാവുന്നു. ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് ഇതിൽ കാണുന്ന ക്രിസാന്തിമം അഥവാ ജമന്തിയിൽ കാണുന്ന ഒരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അങ്ങനെ ഫോം ചെയ്യാൻ സഹായിക്കുന്ന ആ വെർട്ടിക്കൽ ഗ്രോത്തിൽ കാണിക്കുന്ന ആ സ്റ്റെമ്മാണ് ശരിക്കും വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഇതിനെ വിളിക്കുന്ന പേരാണ് സക്കർ എന്ന പേരിലാണ് അറിയപ്പെടുക. ഓക്കെ, ഇതാണ് നാലാമത് നമ്മൾ കണ്ട പടത്തിലെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും. പ്ലാന്റ് പേര് നമ്മൾ പറഞ്ഞു, ക്രിസാന്തിമം അഥവാ ജമന്തി എന്ന പേരാണ് അറിയപ്പെടുന്നത്. ചിത്രം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നു. ആ ചിത്രം പരിശോധിച്ചതിന് ശേഷം ആ പ്ലാന്റിന്റെ പേര് എഴുതുക.
നിങ്ങൾ കണ്ട ചിത്രം വളരെ ചിത്രമാണ് നിങ്ങൾ കണ്ടത്. ആ ചിത്രത്തിന്റെ പടം ഏകദേശം ഇങ്ങനെയാണ്. ഈ പ്ലാന്റിന്റെ പേരാണ് ജിഞ്ചർ. ജിഞ്ചറുടെ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മണ്ണിന്റെ അടിയിൽ കാണുന്ന ഈ സ്റ്റെമ്മ് ഹൊറിസോണ്ടലായിട്ട് വളരും. സാധാരണഗതിയിൽ നമുക്കറിയാം സ്റ്റെമ്മുകൾ ഹൊറിസോണ്ടലായിട്ട് വളരാറില്ല. മണ്ണിന്റെ മുകളിൽ വെച്ചാണ് ഹൊറിസോണ്ടൽ. കണ്ടതൊക്കെ മുമ്പ് കണ്ടതെല്ലാം മണ്ണിന്റെ മുകളിലാണ് ഹൊറിസോണ്ടലായിട്ട് വളരുന്നതെങ്കിൽ ഇത് മണ്ണിന്റെ അടിയിൽ വെച്ച് ഹൊറിസോണ്ടലായിട്ട് ഷോർട്ട് ഡിസ്റ്റൻസിൽ അത് ഹൊറിസോണ്ടലായിട്ട് വളരും. ആ വളർന്ന് നിൽക്കുന്ന ഭാഗമാണ് കണ്ടത്. ഈ മാർക്കിങ്ങുള്ള ഭാഗമാണ് നോഡ്, സ്റ്റെമ്മിലെ നോഡ് എന്ന് പറയുന്ന ഭാഗം. ബാക്കിയുള്ള ഭാഗം നമുക്കറിയാം ഇന്റർനോഡാണ്. ഇതാണ് ഇന്റർനോഡ് എന്ന് പറയുന്ന ഭാഗം. ഭൂമിയുടെ അടിയിൽ കാണുന്ന ഈ സ്റ്റെമ്മ് ഹൊറിസോണ്ടലായിട്ട് വളർന്നു കഴിഞ്ഞ് അതേപോലെ മാക്സിമം വളർച്ചയായി കഴിഞ്ഞാൽ അതിന്റെ നോഡൽ റീജിയനിൽ നിന്ന് എന്ത് ഫോം ചെയ്യുന്നു? ചെറിയ ചെറിയ ഇലകൾ ഫോം ചെയ്യുന്നു. ഇങ്ങനെ ഇലകൾ ഫോം ചെയ്യുന്നു. ഇലകൾക്ക് ഏകദേശം ഇങ്ങനെ ഷേപ്പായിരിക്കും ഉണ്ടാവുക. ഇലകൾ ഫോം ചെയ്തു കഴിഞ്ഞാൽ ഈ പ്ലാന്റിന്റെ ഈ ഭാഗം വിട്ടുപോകുന്ന സെപ്പറേറ്റ് പ്ലാന്റ് ആയി മാറുന്നു. ഈ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ്, ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പോസോടെ വളരുന്ന ഈ ഗ്രൂപ്പ് ഓഫ് സ്റ്റെം, ഈ സ്റ്റെമ്മിനെ വിളിക്കുന്ന പേരാണ്, വെജിറ്റേറ്റീവ് പ്രൊപ്പോസോടെ വിളിക്കുന്ന പേരാണ് റൈസോം എന്ന പേരിലാണ് അറിയപ്പെടുക. നമുക്ക് ഫസ്റ്റ് ആദ്യത്തെ ക്ലാസ്സിൽ പരിചയപ്പെട്ടതാണ് ദാമുവിന്റെ മായി ബന്ധപ്പെട്ട് നമ്മൾ വാഴകൃഷിയെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ വാഴകൃഷി കുറെ ഇത് കണ്ടു, നമ്മൾ വാഴക്കന്നുകൾ കണ്ടു എന്ന് പറഞ്ഞു. അതെങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ഒരു വാഴയുടെ അടിയിലുള്ള അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മ് ഹൊറിസോണ്ടൽ വളർന്നതിന് ശേഷം അതിന്റെ ഓരോ നോഡിൽ നിന്നും പുതിയ ഓഫ്സ്പ്രിംഗ് ഫോം ചെയ്യുന്നു. ഇതിനെ വിളിക്കുന്ന പേര് അങ്ങനെ ഉണ്ടാവുന്ന വെജിറ്റേറ്റീവ് പ്രൊപ്പർട്ടികൾ വിളിക്കുന്ന റൈസോം എന്നും. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പരിചയപ്പെടുന്നു പുതിയ ഒരു ചിത്രം കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. ആ ചിത്രം പരിശോധിക്കുക. ചിത്രം പരിശോധിച്ചതിന് ശേഷം നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിൽ മാത്രം ആ പ്ലാന്റിന്റെ പേര് എഴുതുക. പേര് നോട്ട്ബുക്കിലാണ് നിങ്ങൾ എഴുതേണ്ടത്. വെയിൻസും വെയിൻ നെറ്റുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇതിന് ഈ പറയുന്ന വെയിൻസും വെയിൻലെറ്റ്സിന്റെയും മിഡ്രിപ്പിന്റെയും എൻഡ്, അതായത് അത് അവസാനിക്കുന്ന ലീഫിന്റെ ലാമിനിന്റെ അറ്റങ്ങളിൽ ഏത് അവസാനിപ്പിക്കുന്നു? വെയിൻസുകൾ അവസാനിക്കുന്നു. ഈ വെയിൻസ് അവസാനിക്കുന്ന സ്ഥലത്ത് ചില നോച്ചസിൽ നിന്നും എന്ത് ഫോം ചെയ്യുന്നു? പ്രത്യേക ഫേവറബിൾ കണ്ടീഷനിൽ എന്ത് ഫോം ചെയ്യുന്നു? ചെറിയ ലീഫും ഫോം ചെയ്യുന്നു. വിത്ത് റൂട്ടും ലീഫും ചെറിയ തോതിൽ ഇതിനുള്ളിൽ ഫോം ചെയ്യുന്നു. ഇതിൽ നിന്നും ഇതേപോലെ ഫോം ചെയ്യുന്നു. ചെറിയ റൂട്ടും ചെറിയ ലീഫും ഫോം ചെയ്യുന്നു നോച്ചസിൽ നിന്ന്. അതായത് മിഡ്രിപ്പിന്റെയോ വെയിന്റെയോ എൻഡ് ഭാഗത്ത്, അതായത് ലാമിന്റെ എൻഡ് ഭാഗത്ത് കാണുന്ന ഈ പറയുന്ന നോച്ചസിൽ നിന്നും ചെറിയ തോതിൽ നിന്ന് റൂട്ടും അതിനോട് കണക്ട് ചെയ്തുകൊണ്ട് ലീഫും ഫോം ചെയ്യുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലീഫും ഈ റൂട്ടും ഈ ഭാഗത്ത് പൊട്ടി അത് താഴേക്ക് വീഴുന്നതായി അത് പുതിയ പ്ലാന്റായി വളരുന്നു. ഇങ്ങനെ ഫോം ചെയ്യുന്ന വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂള, നോച്ചസിൽ കാണുന്ന വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂള വിളിക്കുന്ന പേരാണ് ലീഫ് ബഡ് എന്ന് പറയുന്ന പ്രൊപ്പഗ്യൂൾ എന്ന പേരാണ് അറിയപ്പെടുക. ലീഫ് ബഡ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്രയോഫില്ലം എന്ന് പറയുന്ന ഒരു പ്ലാന്റിന്റെ ലീഫ് ബഡ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ലീഫ് ബഡിന് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ വെയിൻസിന്റെ എൻഡ് ചെയ്യുന്ന ഭാഗത്ത് ചില നോച്ചസ് ഉണ്ട്, ചില മാർക്കിംഗ് പറഞ്ഞ നോച്ചസ് ഉണ്ട്. ആ നോച്ചസിൽ നിന്ന് റൂട്ട് ഫോം ചെയ്യും ഫസ്റ്റ് ഇനീഷ്യലായിട്ട്. അതിനുശേഷം അതിൽ നിന്ന് ഫോം ചെയ്യും ലീഫ്, മറ്റുള്ള ഭാഗങ്ങൾ ഫോം ചെയ്യുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് പൊട്ടിനകത്ത് വീണ് പുതിയ പ്ലാന്റായിട്ട് വളരാൻ തുടങ്ങുന്നു. അങ്ങനെ ആ പർട്ടിക്കുലർ മാർക്കിംഗ്, ആ നോച്ചസ് ഉള്ള ആ പർട്ടിക്കുലർ റീജിയനെ വിളിക്കുന്ന പേരാണ് ലീഫ് ബഡ് എന്നാണ് പറയുക. ഈ ലീഫ് ബഡ് എന്ന് പറയുന്ന വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? പുതിയ ഓഫ്സ്പ്രിംഗ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഏഴാമത്തെ ചിത്രം നിങ്ങളുടെ മുമ്പിലേക്ക് വരും. ആ ചിത്രത്തിൻ്റെ പ്ലാന്റ് നല്ലോണം നിരീക്ഷിക്കുക. കാരണം ഒരുപാട് പ്രത്യേകതയുള്ള ഒരു പ്ലാന്റാണത്. ആ പ്ലാന്റിൻ്റെ പേര് അറിയുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ നോട്ട് ബുക്കിൽ കുറിക്കുക. അതിനുശേഷം ഈ ബോർഡിലേക്ക് ശ്രദ്ധിച്ച് നമുക്ക് കാണാൻ കഴിയും. ഇതാണ് നമ്മൾ കണ്ട പ്ലാന്റ്. ആ പ്ലാന്റിൻ്റെ പേര് ഇങ്ങനെയാണ്. അഗേവ് എന്ന പേരിലാണ് ഈ പ്ലാന്റ് അറിയപ്പെടുക. ആ പ്ലാന്റിൻ്റെ നമുക്കറിയാം എന്താണ് മെയിൻ സ്റ്റെം എന്ന് പറയുന്നത്. ഈ സ്റ്റെമ്മിൻ്റെ ആക്സിയൽ സൈഡിൽ ലീഫ് കാണാം. ഈ ലീഫിൻ്റെ ആക്സിയൽ സൈഡോ അല്ലെങ്കിൽ ഫ്ലോറൽ ബഡോ മോഡിഫൈ ചെയ്തിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ഫോം ചെയ്യും. ഇത് എല്ലാ ഫ്ലോറൽ ബഡിലെയോ അല്ലെങ്കിൽ ലീഫിൻ്റെ ആക്സിയൽ പാർട്ടിലോ എന്ത് ഫോം ചെയ്യുന്നു? അത് ആ ഭാഗങ്ങൾ ഫ്ലോറൽ ബഡോ അല്ലെങ്കിൽ ലീഫ് ആക്സിയൽ ബഡോ മോഡിഫൈ ഇൻടു വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ. ഇറ്റ്സ് എ ബൾബ് ലേക്ക് സ്ട്രക്ചർ. ഒരു ബൾബ് പോലെ നമുക്ക് അടിയിൽ കാണാം.
കാണാം, മുകൾ ഭാഗത്ത് ലീഫ് പോലെ സ്ട്രക്ചർ കാണാം. ഈ ബൾബ് പോലെ സ്ട്രക്ചർ ആണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ. ആ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളിനെ വിളിക്കുന്ന പേരാണ് ബൾബിൽ എന്ന പേരിലാണ് അറിയപ്പെടുക. ബൾബിസ് ഒരു പ്രായം കഴിയുമ്പോൾ ഇവിടെ നിന്ന് സ്റ്റോക്കിൽ നിന്ന് പൊട്ടി നിലത്ത് വീണ് എന്തായി പുതിയ അഗേവ് പ്ലാന്റ് ആയിട്ട് വളരാൻ തുടങ്ങും. ഇതാണ് ഇതിൻ്റെ ആക്ച്വൽ സ്ട്രക്ചർ. ആ സ്ട്രക്ചർ നോക്കുക. ഈ സ്ട്രക്ചർ വെച്ചുകൊണ്ട് ഇത് മണ്ണിലേക്ക് വീഴുന്നു, മണ്ണിലേക്ക് നിന്ന് പുതിയ പ്ലാന്റ് ആയിട്ട് വളരാൻ തുടങ്ങുന്നു. അപ്പോൾ നമ്മുടെ പൈനാപ്പിളിലൊക്കെ കാണുന്ന പോലെ, പൈനാപ്പിളിൽ നിങ്ങൾ സ്ട്രക്ചർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ പൈനാപ്പിൾ അങ്ങനെ തന്നെ പൊട്ടി നിലത്ത് വീണാൽ നിന്ന് പുതിയ ഓർഗാനിസമായി വളരാൻ കഴിവുള്ളതാണ്. അപ്പോൾ സെൻട്രൽ ഫ്രൂട്ട് കാണുന്നതിന് മുകൾ ഭാഗം നമുക്കറിയാം അത് കുഴിച്ചിട്ടാവും എന്നറിയാം. അതുപോലെ തന്നെയാണ് ഈ ബൾബിൽ സംഭവിക്കുന്നത്. ബൾബിൻ്റെ പക്ഷേ ഫ്ലോറൽ ബഡോ അല്ലെങ്കിൽ ഈ പറയുന്ന ലീഫിൻ്റെ ആക്സിൽ പാർട്ടാണ് മോഡിഫൈ ചെയ്തിട്ട് എന്താണ് ഇങ്ങനെ ബൾബിൽ എന്ന് പറയുന്ന ഒരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളായി മാറുന്നത്. ആ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ പൊട്ടി നിലത്ത് വീണതായി പുതിയ ഓർഗാനിസമായി വളരുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് ഏഴാമത്തെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളാണ് ബൾബിൽ എന്ന പേരിലാണ്. ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് നമ്മളെല്ലാം തന്നെ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഒന്ന് സമ്മറൈസ് ചെയ്യാം ഞാൻ. ആദ്യത്തെയാണ് നമ്മൾ പരിചയപ്പെട്ട ആദ്യത്തെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളാണ് പൊട്ടറ്റോയിൽ കാണുന്ന ട്യൂബർ അഥവാ ട്യൂബർ. രണ്ടാമത് നമ്മൾ പരിചയമാണ് ഓഫ്സെറ്റ്. ബംഗാൾ ടെറർ അഥവാ വാട്ടർ ഹയാസിന്തിൽ കാണുന്ന വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളിൻ്റെ പേരാണ് ഓഫ്സെറ്റ് എന്നെങ്കിൽ പേരാണ്. സെൻഡിലിൽ കാണുന്ന വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളിൻ്റെ പേരാണ് റണ്ണർ എന്ന പേരാണ് അറിയപ്പെടുക. പിന്നെ മൂന്നാമത് നമ്മൾ പരിചയപ്പെടുന്നതാണ് ജമന്തി അഥവാ ക്രൈസാന്തിമത്തിൽ കാണുന്ന സക്കർ എന്ന് പറയുന്ന വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂള്. അഞ്ചും നമ്മൾ പരിചയപ്പെട്ടതാണ് ജിഞ്ചർ അതുപോലെ ബനാന പ്ലാന്റിലും കാണുന്ന റൈസോം എന്ന് പറയുന്ന വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂള്. ആറാമത് നമ്മൾ പരിചയപ്പെട്ടതാണ് ലീഫ് ബഡ്. ബ്രയോഫിലത്തിൽ കാണുന്ന അതിൻ്റെ ലീഫ് നോച്ചസിൽ കാണുന്ന പുതിയ പ്ലാന്റ് ഫോർമേഷൻ കണ്ടു. അതിന് ലീഫ് ബഡ് എന്ന പേരാണ് അറിയപ്പെടുക. അതിനുശേഷം ലാസ്റ്റ് നമ്മൾ ഏഴാമത് കണ്ടത് ഇതായിരുന്നു. ഇതിൻ്റെ പേരാണ്, ഈ പ്ലാന്റിൻ്റെ പേരാണ് അഗേവ്. അതിലുണ്ടാക്കുന്ന വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളിൻ്റെ പേരാണ് ബൾബിൽസ് എന്നാണ് പേര്. ബൾബിൽസ് പൊട്ടി നിലത്ത് വീണാൽ ഇതായി പുതിയ ഓർഗാനിസമായി വളരുന്നു. ഇത്രയാണ് നമുക്ക് പഠിക്കേണ്ട, നമ്മുടെ NCERT സിലബസ് അനുസരിച്ച് നമുക്ക് പഠിക്കേണ്ട വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളിൻ്റെ പേര്. ഇതെങ്ങനെ ഫോം ചെയ്യുന്നു, എങ്ങനെ അത് എന്നൊന്നും നമുക്ക് പഠിക്കേണ്ട. അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ പേരെങ്കിലും ഓർത്തിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഈ ഒരു ഭാഗത്തോടുകൂടി നമ്മൾ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്.